ഹലോ! എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മള് നമ്മുടെ കൃഷിയൊക്കെ എന്തോ ആയെന്ന് നോക്കാം. ഞാനിങ്ങനെ ഒന്ന് അയ്യത്തൊക്കെ ഒന്ന് കയറി നോക്കിയപ്പോൾ കോവലെല്ലാം ഒരുമാതിരി പോയ മട്ടിലായിരുന്നു. ഇപ്പം മഴയത്തെ മഴ സീസണിലെല്ലാം കോവയ്ക്കയൊക്കെ ഒരുമാതിരി പോയ മട്ടായിരുന്നു. ഇപ്പം പിന്നെയും ഒന്ന് പൊട്ടിക്കിളിച്ചൊക്കെ വരുന്നുണ്ട്. അതിലിപ്പം കുറച്ച് കായൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ അത് പറിച്ചെടുക്കണം. പിന്നെ ദാണ്ടെ ഞാനൊരു പാവയ്ക്ക ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാനിങ്ങനെ ഒറ്റ കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ട് ഇത് അഴിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അതിങ്ങ് മുറിഞ്ഞു പോന്നു. അപ്പോൾ ഞാനത് നിങ്ങളെ അഴിച്ച് കാണിക്കാം. അപ്പോൾ അതിൽ ഒരു പാവയ്ക്ക കിട്ടി. ഈ മഴയത്താകുമ്പോൾ ഇതെല്ലാം അങ്ങ് വല്ലാത്തൊരവസ്ഥയിലൂടെ പോവുക കേട്ടോ. പുഴുവൊക്കെ തിന്നുപോയി. പാവലിൻ്റെ ഇലയൊക്കെ ഫുള്ള് പുഴു തിന്ന് മുരടിപ്പ് രോഗമോ എന്തൊക്കെയോ വന്നു. അപ്പോൾ ദാ ഈ ഒരു പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം വേറൊരു പാവയ്ക്കയും ഞാനിങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ കവറിട്ടിട്ട്. അപ്പോൾ അതും കൂടെ എന്തോ ആയിന്ന് നോക്കാനായിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ അതും കൂടെ കിട്ടിയായിരുന്നു നല്ലൊരു തോരനായേനെ. പക്ഷേ നോക്കട്ടെ, ഇതാ കണ്ടല്ലോ അതിൻ്റെ അവസ്ഥ. അതേതാണ്ട് തിന്നതാണോ പഴുത്തു പോയതാണോ അത് അളിഞ്ഞതിൻ്റെ അകത്ത് നിൽക്കുന്നു. ചിലപ്പം അത് ഈ ചോദ്യതോ മറ്റോ ആയിരുന്നായിരിക്കാം പഴുത്തു പോയത്. അപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ വെണ്ടയെല്ലാം ഒരുമാതിരി ആയിപ്പോയി. കായൊക്കെ മുറ്റി നിൽക്കുകയാണ്. അത് നമുക്ക് വിത്തിനെടുക്കാം, കുഴപ്പമില്ല. വിത്തിനെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കുറച്ച് പറിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട് വിത്തിന് വേണ്ടി. അത് നമുക്ക് നട്ട് വെച്ചാൽ നല്ലതാണല്ലോ എന്നും പറഞ്ഞ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഉണങ്ങിയ വെണ്ടയ്ക്ക ഉണങ്ങിയത്. അതൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. നമുക്കിതൊക്കെ പറിച്ച് വയ്ക്കാം. പിന്നെ ഇതൊക്കെ നല്ലോണം മുറ്റിപ്പോയി. അപ്പോൾ ഇതും വിത്തിനൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം വെണ്ടയുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പം മഴയൊക്കെ പെയ്തപ്പോഴത്തേനും ആകെ എല്ലാ കൃഷിയെല്ലാം മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരുമാതിരി ആയിപ്പോയി. പിന്നെ ഞാനിങ്ങനെ നോക്കി, എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാനുള്ളത് കിട്ടുമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ചേനയുടെ തണ്ടെല്ലാം പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് പറിച്ചെടുക്കണം. ചേനയുടെ തണ്ട് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ നോക്കിയപ്പോൾ എന്താണ്ട് അതിലൊരു വഴുതനങ്ങ നിൽക്കുന്നുണ്ട്. നല്ല വഴുതനങ്ങയാണ്, നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല വഴുതനങ്ങയാണ്. അപ്പം അത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതും പറിച്ചു. ഒത്തിരി വിളഞ്ഞു പോയാൽ കൊള്ളത്തില്ലല്ലോ കറിക്ക് വേണ്ടി. അപ്പോൾ വിളയുന്നതിന് മുമ്പ് തന്നെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. പിന്നെ വേറെ വഴുതന നട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ കായുണ്ടോ എന്ന് അറിയത്തില്ലായിരുന്നു. ഒരു മുളകിൻ്റെ തൈ നട്ട്, നല്ല മുളകാണ് കേട്ടോ. കഴിഞ്ഞ ദിവസവും കിട്ടിയായിരുന്നു എനിക്ക് വലിയൊരു മുളക്. അപ്പോൾ മുളകിൽ അത്യാവശ്യം കായൊക്കെ പിടിച്ച് വരുന്നുണ്ട്. മുളകിൽ വെയിൽ കുറവാണ്, അതാണ് പ്രശ്നം. ആ സൈഡിൽ വെയിലില്ല. കാരണം ഈ വഴുതനയൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ മുളകിന് ആവശ്യത്തിനുള്ള വെയിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കായ്ക്കാത്തതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നല്ല രീതിയിൽ കായ്ക്കേണ്ട മുളകല്ലേ. പിന്നെ നോക്കി ഞാൻ വഴുതനങ്ങ ഉണ്ടോയെന്ന്. അതത്ര വിളഞ്ഞതല്ല, എന്നാലും ഞാനീ പറിച്ചു. അപ്പോൾ ഒരു സാമ്പാറിലൊക്കെ ഇടാമല്ലോ എന്ന് കരുതി. ആ കുമ്പളങ്ങയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. മറ്റേ വലിയ സൈസ് തടിയൻ കുമ്പളങ്ങയൊക്കെ തീർന്നു. അതിൻ്റെ ഒക്കെ പിടിച്ചതെല്ലാം തീർന്നു കഴിഞ്ഞു. അതൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തു. ഒത്തിരി പറിച്ചു. ഈ വർഷം ഒരുപാട് കിട്ടി. അപ്പം ഞങ്ങൾക്ക് കൂട്ടാനും കറിയൊക്കെ വയ്ക്കാനുള്ളതൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ഇതിലും കുമ്പളങ്ങയൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. ചെറിയ കുമ്പളങ്ങയാണ്, ചെറിയ ടൈപ്പ് കുമ്പളങ്ങയാണ്. വലിയ ടൈപ്പ് എല്ലാം തീർന്നു കേട്ടോ. അതും പറിച്ചെടുത്തു. എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രം. ഞങ്ങളിങ്ങനെ പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചേനയുടെ തണ്ട് പറിക്കാൻ നോക്കി, അതെല്ലാം ഒരുമാതിരി പഴുത്ത് നിൽക്കുകയാണ് കേട്ടോ. ചേനയുടെ തണ്ടൊക്കെ പഴുത്ത് തുടങ്ങി. ചിലത് പട്ടുപോയി. ഞാൻ ഇങ്ങോട്ട് അധികം കയറി വരാത്തത് കൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല. ചേനയുടെ തണ്ട് 2-3 എണ്ണത്തിൻ്റേതൊക്കെ പഴുത്ത് പട്ടുപോയി. അതിനെ ഉപയോഗിക്കാൻ കൊള്ളില്ല. പിന്നെ മറ്റ് കൃഷികളൊക്കെ നോക്കിക്കേ, എല്ലാം ഒരുമാതിരി നമ്മുടെ ചൊരയൊക്കെ പോയ മട്ടാണ് കേട്ടോ. അതിൽ ഒരു 1-2 കാ പിടിച്ചതിന് ശേഷം പിന്നെ പിടിച്ചില്ല.
അതും ഒരുമാതിരി മുരടിപ്പ് വന്നതുപോലെ ആയിപ്പോയി. മൂട് ഇതുവരെ പോയിട്ടില്ല. ഇത് അവിടെ നിൽപ്പുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ വഴുതനങ്ങ കണ്ടില്ലേ, അത്യാവശ്യം നല്ല വഴുതനങ്ങയാണ്. ഞാൻ നേരത്തെ പറിച്ചായിരുന്നു. ഇതിൽ കുറച്ച് കായൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പറിച്ചെടുത്തു. പിന്നെ മഴക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് അധികം കായൊന്നും പിടിക്കാത്തത്. ഈ ഉണങ്ങിയ വെണ്ടയ്ക്ക എല്ലാം പറിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വെക്കണം, എന്നാലല്ലേ ഇനി അടുത്ത ട്രിപ്പ് പാകിയിടാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ പാകിയതൊക്കെ പോയി കിട്ടി. പിന്നെ കോവയ്ക്കായും കൂടെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിൽ കുറേ കോവയ്ക്ക കിട്ടി. അത്യാവശ്യം ഒരു മെഴുക്കുവരട്ടിക്ക് ഉള്ള കോവയ്ക്ക ഉണ്ട്. പിന്നെ അതെല്ലാം പറിച്ചെടുത്തു. ഓരോന്നോരോന്നായി പറിക്കും. പിന്നെ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു വിളവെടുക്കുന്നതിലൊരു സന്തോഷമൊന്ന് വേറെ തന്നെയാണ്. നമ്മൾ വാങ്ങുമ്പം നമുക്കറിയാമല്ലോ എത്ര രൂപ കയ്യിൽ വേണമെന്ന്, ഓരോ കാര്യം. പിന്നെ ഇത് എത്രത്തോളം ഫ്രഷ് ആയിരിക്കുമെന്ന് പറയാനും പറ്റില്ല. നമ്മൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് കോവയ്ക്കയൊക്കെ പല കടകളിൽ നിന്ന് വാങ്ങിയാലുള്ള അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം പച്ച നിറത്തിയിരിക്കും. വീട്ടിൽ കൊണ്ടുവന്ന് അത് ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പോഴായിരിക്കും നല്ല പഴുത്ത് പോയതായിരിക്കും. പിന്നെ എത്രയോ പ്രാവശ്യം ഞാൻ അങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്നറിയാമോ? നിങ്ങൾക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലേ? പിന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരും വലിയ പ്രതീക്ഷയോട്, പക്ഷേ എടുത്ത് കളയേണ്ട അവസ്ഥ വരും. പിന്നെ ഞാൻ ചേനയുടെ തണ്ട് കണ്ടിക്കാമെന്ന് വിചാരിച്ചു. അതാണ്ട് അത് കണ്ടിച്ചു, പക്ഷേ ഒരു സൈഡ് എന്തോ ഒന്ന് കളർ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നാൽ അതും കൂടെ എടുത്ത് ഒരു തോരനാക്കാമെന്ന്. അപ്പം അമ്മ വൻപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് തോരൻ വയ്ക്കാനായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേനയുടെ തണ്ട അത് കണ്ടിക്കുന്നുണ്ടെങ്കിൽ ചെറുപയറോ വൻപയറോ എന്തെങ്കിലും വെള്ളത്തിൽ ഇടാമെന്ന്. അപ്പോൾ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവിച്ചിട്ട് ചേനയുടെ തടയും കൂടെ ചേർത്തരിഞ്ഞ് തോരൻ വയ്ക്കാനാണ്. നല്ല ടേസ്റ്റാണ്. ഇവിടെ സ്ഥിരം ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് മേലെ അയ്യത്തോട്ട് കയറിയപ്പോൾ കിട്ടിയ ഐറ്റംസാണ്. പിന്നെ ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചില്ല, ഒരു ചേനയുടെ തടയുടെ കൂടെ കണ്ടിച്ചു. അതും കൂടെ ഇതിലുണ്ട് കേട്ടോ. പിന്നെ അതും കൂടെ ചേർത്താണ് പിന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. നല്ല പുതിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.